ഹലോ, എല്ലാവർക്കും B4U യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏപ്രിലെ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കിയില്ലേ, ഇനി പാർട്ട് 2 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം 1914 ഫെബ്രുവരി 24. പഴയ പാമ്പൻ പാലം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 1914 ഫെബ്രുവരി 24. ഇനി ഇത് എന്ത് തരത്തിലുള്ള പാലാണ്? റെയിൽവേ പാലാണ്. സ്റ്റീൽ ട്രസ് സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ സ്ഥാനം മണ്ഡപം മുതൽ രാമേശ്വരം ദ്വീപ് വരെ. എവിടെയാണ്? മണ്ഡപം മുതൽ രാമേശ്വരം ദ്വീപ് വരെ. ദൈർഘ്യം ഏകദേശം 2065 മീറ്റർ. ദൈർഘ്യം 2065 മീറ്റർ. ഇതിൻ്റെ പ്രത്യേകത കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം. പ്രത്യേകത എന്താണ്? കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം. തുറക്കാവുന്ന വിഭാഗം ഇരട്ട ലീഫ് ബാസ്ക്യൂൾ ബ്രിഡ്ജാണ്. ഡബിൾ ലീഫ് ബാസ്ക്യൂൾ സെക്ഷൻ. എന്താണ് ഇരട്ട ലീഫ് ബാസ്ക്യൂൾ ബ്രിഡ്ജ്? ഇനി നിർമ്മിച്ചത് ഷെർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച്. എന്താണ്? ഷെർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച്. പാലം കടക്കുന്ന സ്ഥലം പാമ്പൻ ചാനൽ. പാലം കടക്കുന്ന സ്ഥലം പാമ്പൻ ചാനൽ. മുൻകാലത്തെ പ്രധാന പങ്ക് തമിഴ്നാട്ടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു. മുൻകാലത്തെ പ്രധാന പങ്ക് തമിഴ്നാട്ടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു. ആവശ്യം വന്നത് കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു. ആവശ്യം വന്നത് കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു. ഇനി പുതിയ പാമ്പൻ പാലം. പദ്ധതി ആരംഭം 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായാണ്. 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായാണ്. തരം ഇത് എന്ത് തരത്തിലുള്ള പാലമാണ്? വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ്. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ്. നേരിട്ട് ഉയർത്താവുന്ന പാലം. ദൈർഘ്യം എത്രയാണ്? ഏകദേശം 2.07 കിലോമീറ്റർ. ദൈർഘ്യം ഏകദേശം 2.07 കിലോമീറ്റർ. സാങ്കേതികത ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം. സാങ്കേതിക ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. ട്രെയിൻ വേഗത പരമാവധി 100 കിലോമീറ്റർ പെർ മണിക്കൂർ. ട്രെയിൻ വേഗത പരമാവധി 100 കിലോമീറ്റർ പെർ മണിക്കൂർ. ഉദ്ദേശം പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷയും ശേഷിയും ഉള്ള പാലം. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷയും ശേഷിയും ഉള്ള പാലം. ഇനി ഭാവിയിലേക്ക് നോക്കുന്നത് ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ പുതിയ പാലം. എന്താണ്? ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ പുതിയ പാലം. ഭദ്രതാ സംവിധാനങ്ങൾ, വൈദ്യുതീകൃത നിയന്ത്രണം, അടിയന്തര ഇടപെടൽ സംവിധാനം. എന്താണ്? ഭദ്രതാ സംവിധാനങ്ങൾ, വൈദ്യുതീകൃത നിയന്ത്രണം, അടിയന്തര ഇടപെടൽ. ഇനി നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. എന്താണ്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. ഇനി ഉദ്ഘാടനം എന്നായിരുന്നു? 2025 ഏപ്രിൽ 6. ഉദ്ഘാടനം 2025 ഏപ്രിൽ 6. ഇനി ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായിട്ട് പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിലിറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിലിറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി
മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് KV കുമാരൻ അർഹനായി. L. ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് KV കുമാരൻ അർഹനായി. L. ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം. ഇനി ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ മത്സര രംഗത്ത് നിന്ന് വിട പറയുന്നു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ മത്സര രംഗത്ത് നിന്ന് വിട പറയുന്നു. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന നേടിയിട്ടുണ്ട്. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷ്ഫിഖുർ റഹീം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷ്ഫിഖുർ റഹീം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇനി കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIIT. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIIT. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വച്ച് ഡോക്ക് ചെയ്ത SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നീ പേടകങ്ങൾ 2 മാസത്തിനു ശേഷം വേർപെടുത്തി. US, റഷ്യ, ചൈന എന്നിവയ്ക്കു ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വച്ച് ഡോക്ക് ചെയ്ത SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നീ പേടകങ്ങൾ 2 മാസത്തിനു ശേഷം വേർപെടുത്തി. US, റഷ്യ, ചൈന എന്നിവയ്ക്കു ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് B. രാമസ്വാമി അന്തരിച്ചു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് B. രാമസ്വാമി അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ AK പുതുശ്ശേരി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ AK പുതുശ്ശേരി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ അന്തരിച്ചു. ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P. രാജേന്ദ്രൻ അന്തരിച്ചു. ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P. രാജേന്ദ്രൻ അന്തരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏപ്രിലെ പാർട്ട് 2ൻ്റെ ഒരു സെക്ഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു.